ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. ഇന്നത്തെ വിഷയം ക്രോധമരുത് എന്നാണ്. നാം ഓരോ പടികളായി ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് കയറുകയാണ്. ആദ്യത്തെ പടി തളർച്ച ഒഴിവാക്കലാണ്. രണ്ടാമത്തേത് ദുഃഖം ഒഴിവാക്കലാണ്. മൂന്നാമത്തേത് ഭയം ഒഴിവാക്കലാണ്. ഇപ്പോഴിതാ നാലാമത്തെ പടിയിൽ ക്രോധമരുത് എന്ന് പറയുന്നു. ക്രോധമരുത് എന്ന് പറയുമ്പോൾ ക്രോധം എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക, എന്തൊക്കെയാണ് അത് ഉണ്ടാക്കുക എന്നൊന്നും അറിയില്ല. ക്രോധം വരുത്തുന്ന അപകടങ്ങൾക്ക് വേറെ കണക്കൊന്നുമില്ല. അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഗീത എന്താണ് അത് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ശ്ലോകം 62 മുതലുള്ള 5 ശ്ലോകങ്ങളിലത് പ്രത്യേകിച്ച് കാണാം. അത് ധ്യായതോ വിഷയൻ പുംസ സംഗസ്തേഷുപജായത്തെ സംഗാൽ സംജായതേ കാമാൽ ക്രോധോഭിജായത്തെ ക്രോധാൽ ഭവതി സമ്മോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. എത്ര ക്രമീകൃതമായിട്ടാണ് അതിൻ്റെ പടവുകൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ധ്യായതേ വിഷയാൻ പുംസ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ആഗ്രഹം തോന്നുകയാണെങ്കിൽ അതിനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അടുത്തതായി തോന്നും സംഗസ്തേഷൂപജായ, അതിൻ്റെ അടുത്തേക്ക് എത്തണം, അല്ലെങ്കിൽ അത് തനിക്കടുത്തേക്ക് എത്തണം, അതിന് സാമീപ്യമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. സാമീപ്യമുണ്ടായാൽ മാത്രം പോരാ, അടുത്ത ഘട്ടം അത് തൻ്റേത് മാത്രമാക്കി എടുക്കണം എന്നാണ്. തനിക്കത് ആസ്വദിക്കണം, അല്ലെങ്കിൽ തൻ്റേതാക്കി എടുക്കണം എന്നുള്ളതാണ്. സംഗസ്തേഷൂപജായതേ സംഗാൾസം ജായതേ കാമ, അപ്പോൾ കാമം വരുന്നു, ആഗ്രഹം വരുന്നു. കാമാൽ ക്രോധോഭിജായതേ, കാമത്തിന് തടസ്സമുണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ളതായ തടസ്സങ്ങൾ അതിന് സംഭവിക്കുമ്പോൾ അത് നിരാശയായി അവിടെ ക്രോധം വരികയായി. ഈ ക്രോധം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ക്രോധാൽ ഭവതി സമ്മോഹം ഉണ്ടാകുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സമ്മോഹാൽ സ്മൃതിഭ്രമം ഉണ്ടാകുന്നു. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം, സ്മൃതിഭ്രംശം കൊണ്ട് ബുദ്ധിഭ്രംശം നടക്കുന്നു. ബുദ്ധി നശിച്ചാലോ ബുദ്ധിനാശാൽ പ്രണശ്യതി. അപ്പോൾ ഓരോ ഘട്ടമായിട്ട് നമുക്ക് അടുത്ത് കാണണം തോന്നുന്നു, കണ്ടാലത് സ്വന്തമാക്കണം തോന്നുന്നു. അതിന് തടസ്സം വരുമ്പോൾ ക്രോധമുണ്ടാകുന്നു. ക്രോധം കൊണ്ട് മോഹമുണ്ടാകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അത് ആ സ്മൃതിഭ്രമത്തിൽ ബുദ്ധി നശിക്കുന്നു. ബുദ്ധിക്ക് വ്യക്തമുണ്ടാവുന്നില്ല, ബുദ്ധിക്ക് തെളിവുണ്ടാവുന്നില്ല. അങ്ങനെ ബുദ്ധി നശിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയില്ല. അതോടുകൂടിയിട്ട് നാശങ്ങളുണ്ടാകും. ആ ക്രോധത്തോട് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു നാടൻ ചൊല്ലുണ്ട്, എനിക്ക് കോപം വന്നാൽ കണ്ണ് കാണില്ല കേട്ടോ എന്നൊക്കെ പറയും. അത് ശരിയാണ്. എന്താണ് ചെയ്യുക, ആരെയാണ് ചെയ്യുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്ത് തരത്തിലുള്ള അപകടമാണ് അതുണ്ടാക്കുക എന്നറിയില്ല. അപ്പോൾ ആ കോപം മനുഷ്യനെ അന്ധനാക്കും. അതാണ് അന്ധമായ കോപം എന്ന് പറയുന്നത്. ഈ കോപാന്ധത കൊണ്ട് വരുന്നതായ നാശങ്ങൾ കണക്കില്ല എന്നുള്ളതാണ്. ഇതിന് ഒരു കാര്യമേ ഉള്ളൂ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസാഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ എന്നാണ്. ഒരു മനസ്സ് പ്രസാദത്തോടു കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ, പ്രസാദേ സർവ്വദുഃഖാനം, ഈ ദുഃഖങ്ങളൊക്കെ എന്തെങ്കിലും തടസ്സം വരുമ്പോൾ ആ പ്രസാദമായ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ വിജയിക്കാൻ കഴിയുമെന്ന് പറയും. ക്രോധം കൊണ്ട് ചെയ്യുന്ന കണക്കുകൾക്കൊന്നും, ഒരു തെറ്റുകൾക്കൊന്നും കണക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു ഉദാഹരണം, ഇങ്ങനെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ അതിനൊരു മാതൃകയാക്കാവുന്ന ഒരാൾ നമുക്കുണ്ട്. അത് ശ്രീരാമചന്ദ്രനാണ്. ശ്രീകൃഷ്ണാവതാരത്തിന് മുൻപുള്ള ശ്രീരാമാവതാരത്തിലെ കഥ ഏറ്റവും നമുക്ക് ജീവിതത്തിന് പാഠമാകേണ്ടതാണ്. അദ്ദേഹം എത്രമാത്രം ശാന്തഗംഭീരമായ ജീവിതം നയിച്ച ആളാണ്. തനിക്ക് രാജാഭിഷേകം ചെയ്യാൻ പോകുന്നു, തന്നെ യുവരാജാവായി അഭിഷേകിക്കാൻ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് സന്തോഷത്തിൻ്റെ അധികം ഉണ്ടായില്ല. അത് അടുത്ത ദിവസം തന്നെ അത് ഇല്ല, നഷ്ടമായി എന്നറിയുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. ആ നിസ്സംഗമായ ഭാവത്തോടുകൂടി ആ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു, കൈകേയിയുടെ അടുത്തേക്ക്.
കൈകേയി രോഷാകുലയാണ്, അവിടെ ക്രോധാകുലയാണ്. അദ്ദേഹം കോപാലയത്തിൽ പ്രവേശിച്ചു എന്നാണ് അതിൽ പറയുന്നത്, ക്രോധാഹാരം. അവിടെ പ്രവേശിച്ച കൈകേയിയുടെ അടുത്ത് രാമൻ ചെന്നിട്ട്, അമ്മയെ എന്തിനെ വിഷമിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കാമല്ലോ, ഞാൻ രാജ്യം ഉപേക്ഷിക്കാം, ഭരതൻ ഭരിച്ചോട്ടെ എന്ന് പറയുന്ന സൗമ്യമായ സമീപനം. അത് കഴിഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്നതായ അച്ഛനെ ആശ്വസിപ്പിക്കുന്നു. അച്ഛൻ എന്തിനാണ് വിഷമിക്കുന്നത്? അച്ഛനെ നമ്മുടെ ചരിത്രം, നമ്മുടെ പൂർവ്വ പാരമ്പര്യം അറിയാമല്ലോ, എല്ലാ ത്യാഗങ്ങളും സഹിക്കുന്ന കഥകൾ, ഭഗീരഥൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട്, ഞാൻ അച്ഛ അത്രയും വേഗത്തിൽ വരും, 14 വർഷം എന്ന് പറഞ്ഞാൽ വേഗമല്ലേ. അങ്ങനെ പോകുന്ന അവിടെയും ആശ്വസിപ്പിച്ച് അമ്മയുടെ അടുത്തെത്തി. അമ്മയ്ക്ക് അതിനേലേറെ സങ്കടം, മോനെ നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും വരും എന്ന് പറഞ്ഞിട്ട് അവിടെയും അമ്മയെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും അവിടെ നിൽക്കുന്നതായ അനുജൻ ലക്ഷ്മണൻ്റെ കോപം അങ്ങോട്ട് തിളച്ചുരുകി. പൊട്ടിത്തെറിക്കുകയാണ് ലക്ഷ്മണൻ. ആ പൊട്ടിത്തെറിക്കുന്ന, ഞാൻ സംഹാരരുദ്രനെ പോലെ ഞാൻ ഇതെല്ലാം സംഹരിച്ച് കളയും എന്ന് പറയും. അവിടെ പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമൻ പറയുന്നു, വത്സ സൗമിത്രേ, നീ ക്ഷമിക്കൂ, നീ ഈ കോപിക്കുന്നത് ശരിയല്ല, നീ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അത് വാസ്തവത്തിൽ ആ ലക്ഷ്മണ സാന്ത്വനം എന്നുള്ള ഭാഗം രാമായണത്തിലെ ഭഗവത്ഗീതയാണെന്ന് പറയണം. ഗീതയിൽ പറയുന്ന ക്രോധാത് ഭവതി സമ്മോഹാൽ സ്മൃതി വിഭ്രമ എന്നതിൻ്റെ ചുരുക്കം അവിടെ വരുന്നുണ്ട്. ഇത് എഴുത്തച്ഛൻ്റെ ഭാഷയിൽ അവിടെ കാണേണ്ടതാണ്. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയുക നീ, മുക്തിക്കു വിഘ്നം വരുന്നതിൽ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടൂ. ക്രോധം മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിതുപുമൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധത്തിനെപ്പറ്റി ഇത്ര വലിയ ഒരു തത്വസംഹിത നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് രാമായണമാണ്. ഇതുപോലെ തന്നെ ഭഗവത്ഗീതയാണ്. ക്രോധം പരിത്യജിക്കണം എന്നാണ് പറയുന്നത്. ക്രോധാൽ ഭവതി സമ്മോഹ എന്ന് പറയുന്ന പോലെ തന്നെ ക്രോധം പരിത്യജിക്കണം ബുധജനം അറിവുള്ളവർ ക്രോധിക്കുകയില്ല. അവർ നിസ്സംഗരമായിട്ട് പെരുമാറും. എല്ലാത്തിനെയും ശാന്തമായിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നേരിടും. പുഞ്ചിരി ഇല്ലെങ്കിൽ പോലും അതിനെ സമചിത്തതയോടെ നേരിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. ക്രോധത്തെ നിയന്ത്രിക്കാൻ നാം ശീലിക്കണം. ക്രോധാൽ ഭവതി സമ്മോഹാൽ സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന ഗീതാവാക്യം നമ്മുടെ മനസ്സിനെ ശക്തമാക്കട്ടെ, ക്രോധത്തിൽ നിന്ന് മുക്തമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.